നിലമ്പൂർ വിജയത്തിന് പിന്നാലെ UDF-ൽ ക്യാപ്റ്റൻ പൊട്ടിത്തെറി. ചില മാധ്യമങ്ങളിലൂടെ സതീശൻ തന്റെ കൂലിപ്പണി മാപ്രകളെ കൊണ്ട് സ്വയം ക്യാപ്റ്റനായി അവരോധിക്കപ്പെട്ടതിന് പിന്നാലെ കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചിട്ട് സതീശന്റെ ആ PR പണിയെ സംബന്ധിച്ച് ചെന്നിത്തല പറഞ്ഞതൊന്ന് കേട്ടെ. രമേശ് ചെന്നിത്തല ഒരു തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന്റെ മുന്നണി ജയിച്ചു കഴിഞ്ഞാൽ അത് ആ ക്രെഡിറ്റ് മുഴുവൻ മുഖ്യമന്ത്രിയിലേക്ക് പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. അതേസമയം പ്രതിപക്ഷം വിജയിക്കുമ്പോൾ, അതും ഒരു ഭരണപക്ഷ സീറ്റ് പ്രതിപക്ഷം പിടിച്ചെടുക്കുമ്പോൾ, അത് പ്രതിപക്ഷ നേതാവിന്റെ ഒരു വിജയമായി ഉയർത്തപ്പെടുന്നുണ്ടോ? ഒരു പ്രമുഖ ദിനപത്രം തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അടുത്ത ദിവസം മുൻ പേജിൽ എഴുതിയ വാക്ക് പുതിയ ക്യാപ്റ്റൻ എന്നാണ്. അല്ല, ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ എന്നെ ആരും അങ്ങനെ ക്യാപ്റ്റനെ വിളിച്ചില്ലല്ലോ. എത്രയോ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജയിച്ചല്ലോ. അന്ന് ക്യാപ്റ്റനുള്ള പദവി എനിക്ക് തന്നില്ല. അതെന്താ തരാഞ്ഞത്? അതൊക്കെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഒരു അംഗീകാരമുണ്ട്, അതിലൊന്നും ആരും സംശയമില്ല. പക്ഷേ ഞാൻ വിജയിച്ചപ്പോഴൊന്നും എന്നെ ആരും ക്യാപ്റ്റനും ആക്കിയില്ല, കാലാൾപ്പട പോലും ആക്കിയിട്ടില്ല, ഒരു ചാനലും ഒരു പത്രവും. എനിക്കതിലൊന്നും പരാതിയില്ല. ഞാൻ ഉമ്മൻചാണ്ടിയും ജയിച്ച കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊന്നും ആ പരിവേഷം ആരും തന്നിട്ടില്ല. അപ്പൊ അതിലൊക്കെ പിന്നിലൊരു താങ്കൾ വേറെ ഒരു PR പ്രവണതയൊക്കെ സംശയിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. അപ്പോൾ ആ കാലത്ത് താങ്കൾക്ക് വലിയ ഗൗരവത്തിലൊന്നും എടുക്കണ്ട. നമ്മളൊക്കെ എത്രയോ കാലമായി രാഷ്ട്രീയത്തിൽ താങ്കൾ ആ മേഖല ശ്രദ്ധിക്കാതെ പോയോ? പ്രതിപക്ഷ നേതാവ് നമ്മളൊക്കെ എത്രയോ കാലമായി എത്രയോ കാലങ്ങളായി നമ്മളൊക്കെ ഇതിനകത്ത് നിൽക്കുന്നവരാ. ഏതെങ്കിലും പത്രത്തിന്റെയോ അല്ലെ ചാനലിന്റെയോ പിന്തുണയോടെ ഒന്നും അല്ലല്ലോ നമ്മളാരും നിൽക്കുന്നത്. അതെ, പല ഉപതെരഞ്ഞെടുപ്പുകളും ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിൽ വിജയിച്ചു. പക്ഷേ അന്ന് ആരും ക്യാപ്റ്റൻ എന്ന് എഴുതിയില്ല. അപ്പോൾ ഇപ്പോഴോ അത് വെറുതെ എഴുതിയതല്ല, എഴുതിച്ചതാണെന്ന് ചെന്നിത്തല തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതായത് സതീശൻ തീറ്റിപ്പോറ്റുന്ന കുറച്ച് കൂലിയെഴുത്ത് മാപ്രകൾ, പ്രത്യേകിച്ച് പ്രസ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹം മാതൃഭൂമിയിൽ നിന്ന് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന വ്യക്തികളുടെ എല്ലാം ഓപ്പറേഷന്റെ ഭാഗമായി ആ കൂലിയെഴുത്തിനെ സംബന്ധിച്ച് സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ വിപ്ലവം ഉണ്ടായിരിക്കുകയാണ്. സതീശന്റെ ഒരു PR പ്രവൃത്തി നോക്കണേ. സ്വന്തം നിലയ്ക്ക് ക്യാപ്റ്റൻ എന്നൊക്കെ മാപ്രകളെ കൊണ്ട് എഴുതിച്ച് നാട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രം. മുൻപും ഇതുപോലെ ഇദ്ദേഹം ഒരു നാറിയ പ്രവർത്തനം ചെയ്തത് UDF-കാർ ഓർത്തെടുക്കുന്നുണ്ട്. അതായത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് പിന്നാലെ സതീശൻ സാധാരണഗതിയിൽ ഇവിടെ നിന്ന് എറണാകുളം വരെ കാറിലോ ട്രെയിനിലോ പോകാനുള്ള സതീശൻ അന്ന് പൊടുന്നനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നു. വിമാനത്താവളത്തിൽ മാപ്രകളെയും കുറച്ച് പ്രവർത്തകരെയും വിളിച്ചുകൂട്ടി ഒരു പ്രത്യേക തരം സ്വീകരണവും നാട് നീളെ ഫ്ലെക്സ് അടിച്ച് വെപ്പ് പരിപാടി. മറന്നില്ലല്ലോ. സമാനമാണിപ്പോൾ സതീശൻ UDF-ന്റെ വിജയമാണെന്ന് പറയുകയും എന്നാൽ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ മാധ്യമങ്ങളിലൂടെ കൂലിയെഴുത്ത് PR പണിയിലൂടെ അത് തൻ്റേതാക്കി മാറ്റാൻ പരിശ്രമിക്കുന്നുണ്ട്. ആ അപകടം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഏഷ്യാനെറ്റിലൂടെ ഇന്നിപ്പോൾ ചെന്നിത്തല ആ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെ ഈ ചോദ്യം സതീശന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ സതീശൻ ചെന്നിത്തലയെ ഒന്ന് പരിഹസിക്കുകയും ആ പരിഹാസത്തിന് മാപ്രകൾ ഉൾപ്പെടെയുള്ളവർ കൂട്ടച്ചിരിച്ചിരിക്കുന്നത് നോക്കിയേ. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ചെറിയ എന്തോ പരിഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്താ പറഞ്ഞത്? ടീം UDF ആണ്. ടീം UDF ഒറ്റ വാചകം പറഞ്ഞില്ല. വ്യക്തി കേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം. ടീം UDF ആണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല, അത് മേജറാണ്. വളർത്തിക്കൊണ്ടുവന്ന നേതാവിനെ സമൂഹത്തിന്റെ മുന്നിൽ ഒരു കോമാളി മേജറാക്കിയിട്ട് സതീശൻ പതിയെ അവിടെ നിന്ന് വലിഞ്ഞു. ഇന്നലകളിൽ ചെന്നിത്തലയോടൊപ്പം പണം വാങ്ങി ഒപ്പം നിന്ന മാപ്രകൾ ഇന്നിപ്പോ കൂടുതൽ പണം കിട്ടുന്ന ഇടത്തേക്ക് ചാഞ്ഞതും, ഒപ്പം തന്റെ PR പണിക്ക് വേണ്ടി സ്ക്രിപ്റ്റുകൾ വരെ തയ്യാറാക്കി കൊടുക്കുന്ന സതീശൻ ബാക്കിയുള്ളവരെല്ലാം വിദഗ്ധമായി നിഷ്പ്രഭമാക്കുകയും പാർട്ടിക്കകത്ത് കൂട്ടായ പ്രവർത്തനമെന്നും പുറത്ത് തൻ്റേതാണ് ഇതെല്ലാം എന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രത്തിൽ കോൺഗ്രസ് ക്യാമ്പുകൾ അടിമുടി അതിർത്തിയിലാണ്. വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറിക്കുള്ള അവസരമാണ് ഇന്നിപ്പോ PR ക്യാപ്റ്റൻ വിവാദത്തിലൂടെ ഉടലെടുത്തിരിക്കുന്നതെന്ന് അനുമാനിക്കേണ്ടി വരികയാണ്.